السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منكما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. ബഹുമാന്യനായ അധ്യക്ഷൻ, വേദിയിലുള്ള പണ്ഡിതന്മാരെ, സംഘടനാ സാരഥികളെ, മഹല്ല് കാരണവന്മാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഒട്ടുമ്മൽ നമ്മുടെ ഈ പള്ളിയിൽ നടക്കുന്ന കുടുംബ സംഗമത്തിൽ സംബന്ധിക്കാനും നിങ്ങളെ ഏവരെയും കാണാനും സാഹചര്യമുണ്ടായതിന് ആദ്യമായി അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാ. ഇന്നത്തെ ഈ സംഗമം ഞാൻ ആദ്യമേ അള്ളാഹുവിൻ്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുച്ചരിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. ആരോഗ്യപരമായ ചില കാരണങ്ങളാൽ ഞാനൊരു പ്രസംഗത്തിന് പറ്റുന്ന പാകതയിലല്ല എന്നതുകൊണ്ട് ഇവിടെ ദീർഘമായി നിങ്ങളോട് സംസാരിക്കാൻ കഴിവും പ്രാപ്തിയുമുള്ള ആളുകളുണ്ട് എന്നതുകൊണ്ടും, പ്രത്യേകിച്ച് നമ്മുടെ KJUവിൻ്റെ സെക്രട്ടറി മൗലവി ഹനീഫ് കായക്കൊടി നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ടും ഒരു പ്രസംഗത്തിൻ്റെ ആവശ്യം അതിനു മുമ്പ് ഇല്ല എന്നുള്ളത് കൊണ്ടും, ഈ രണ്ടു കാരണങ്ങളാൽ ഞാൻ അല്പസമയം മാത്രം നിങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് അവസാനിപ്പിക്കും. എൻ്റെ പേരിലൊരു വിഷയം ഇവിടെ പറഞ്ഞു. ആ വിഷയം അധികരിച്ച് സംസാരിക്കാൻ ചുരുങ്ങിയത് 3 മണിക്കൂറെങ്കിലും വേണം. സമയവുമില്ല, ആരോഗ്യവും ഇല്ല. അതുകൊണ്ട് ഞാൻ ആ വിഷയം അധികരിച്ചുകൊണ്ടുള്ള ഒരു സംസാരത്തിന് ആദ്യമേ മുതിരുന്നില്ല. പക്ഷെ ഒരു കാര്യം, ഈ ഭൂമുഖത്ത് വന്ന മുഴുവൻ പ്രവാചകന്മാരും ഏറ്റവും പ്രാധാന്യത്തോടെയും പ്രഥമമായും അവരുടെ സമൂഹത്തെ അഭിസംബോധന ചെയ്തത് ഈ വിഷയമാണ്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുൻ. ഞാനല്ലാതെ ആരാധനക്കർഹനായി ആരുമില്ല, അതിനാൽ എന്നെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ എന്ന വഹ്യ് നൽകപ്പെടാത്ത ഒരു ദൂതനെയും ഭൂമുഖത്തേക്ക് ഞാൻ നിയോഗിച്ചിട്ടില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്.
ഞാനും എനിക്ക് മുമ്പ് കഴിഞ്ഞുപോയ മുഴുവൻ പ്രവാചകന്മാരും പറഞ്ഞ വാക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ആയത്തിൽ നിന്നും ഹദീസിൽ നിന്നും വിഷയത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് നമുക്ക് ഏവർക്കും മനസ്സിലാക്കാവുന്നതേയുള്ളൂ. എന്തുകൊണ്ടാണ് ഇതിന് ഇത്രയധികം പ്രാധാന്യം കൽപ്പിച്ചത്? കാരണം മറ്റൊന്നുമല്ല, മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചതിൻ്റെ തന്നെ ലക്ഷ്യം അതാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുകളെയും മനുഷ്യരെയും എന്നെ മാത്രം ആരാധിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത്. മാ ഉരീദു മിൻഹും മിർ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ. ഞാൻ അവരോട് ഭക്ഷണം ആവശ്യപ്പെടുന്നില്ല, എന്നെ തീറ്റിപ്പോറ്റണമെന്നും ആവശ്യപ്പെടുന്നില്ല. ഞാൻ ആവശ്യപ്പെടുന്നത് അവരുടെ ഇബാദത്ത്, ആരാധന അവർ എനിക്ക് മാത്രം അർപ്പിക്കണം എന്നതാണ്. അപ്പം മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചതിൻ്റെ ലക്ഷ്യം അവർ അള്ളാഹുവിനെ ആരാധിക്കുക എന്നതാണ്, അഥവാ തൗഹീദാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അതാണ് ഇത്രയധികം പ്രാധാന്യം ഇതിന് കൽപ്പിക്കുവാനുള്ള കാരണം. എന്തുകൊണ്ടാണ് ഈ തൗഹീദ് മനുഷ്യൻ്റെ സൃഷ്ടിപരമായ ലക്ഷ്യമായി നിശ്ചയിച്ചിട്ടുള്ളത്? അതിന് കാരണം മറ്റൊന്നുമല്ല, മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹ് അവന് വേണ്ടതെല്ലാം നൽകിയിട്ടുണ്ട്. അവൻ്റെ ഈ ശരീരത്തിൽ കാണുന്നത് മുഴുവൻ, അവൻ ജീവിക്കുന്ന ഈ ഭൂമിയിൽ, ഈ പ്രപഞ്ചത്തിൽ അവൻ ആവശ്യമുള്ളതെല്ലാം അവൻ സൃഷ്ടിച്ചൊരുക്കിയിട്ടുണ്ട്. ശരീരത്തിൽ കാണുന്ന അവയവങ്ങൾ, അവൻ്റെ കഴിവുകൾ, ഇതെല്ലാം അള്ളാഹു സൃഷ്ടിച്ചതാണ്. നടക്കാനുള്ള കാലുകൾ, പിടിക്കാനുള്ള കൈകൾ, നോക്കാനുള്ള കണ്ണുകൾ, കേൾക്കാനുള്ള കാതുകൾ, ചിന്തിക്കാനുള്ള ബുദ്ധി, സംസാരിക്കാനുള്ള ശേഷി, ഇങ്ങനെ മനുഷ്യന് എന്തൊക്കെ കഴിവുകളുണ്ടോ അതൊക്കെ അള്ളാഹു അവന് സൃഷ്ടിച്ച് നൽകിയതാണ്. ഇതേപോലെ തന്നെയാണ് മറ്റു ഒട്ടനവധി അവയവങ്ങൾക്ക് പുറമെ കഴിവുകളും. ഇത് എല്ലാം അള്ളാഹു നൽകിയതാണ്. സംസാരിക്കാനും എഴുതാനും പാടാനും പ്രസംഗിക്കാനും ചിന്തിക്കാനും വരക്കാനും ഇങ്ങനെ എന്തെല്ലാം കഴിവുകൾ ഒരു മനുഷ്യനുണ്ട്. ഇതൊക്കെ അള്ളാഹു ആണ് അവന് നൽകിയിട്ടുള്ളത്. അവൻ്റെ അവയവങ്ങൾ, അവൻ്റെ കഴിവുകൾ, ഇതെല്ലാം അള്ളാഹു സൃഷ്ടിച്ച് നൽകിയിട്ടുള്ളതാണ്. അതിനു പുറമെ അവന് കുടിക്കാനുള്ള വെള്ളം, കഴിക്കാനുള്ള ആഹാരം, അവൻ ആവശ്യമായതെല്ലാം ഈ ഭൂമിയിൽ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ഭൂമിയിൽ ഈ അവസ്ഥ നിലനിൽക്കുമാറ് ഉപരിലോകങ്ങളെ ക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം അള്ളാഹു ചെയ്തതാണ്. ഈ അനുഗ്രഹങ്ങൾ എത്രയുണ്ട്, എണ്ണി നോക്കിയാൽ നമുക്ക് തിട്ടപ്പെടുത്താൻ കഴിയില്ല. ഇപ്പം ഞാൻ ഓരോ നിമിഷവും, ഇപ്പം ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നു, ആ സമയത്ത് ഞാൻ എൻ്റെ കാലിന്മേലാണ് നിൽക്കുന്നത്. എൻ്റെ കൈ കൊണ്ട് ഞാൻ ആംഗ്യം കാണിക്കുന്നു, എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ നിങ്ങളെ നോക്കുന്നു. ഇവിടെ വല്ല ശബ്ദവുമുണ്ടെങ്കിൽ അത് ഞാൻ കേൾക്കുന്നു. നിങ്ങളോട് സംസാരിക്കേണ്ടതെന്ന് എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ട് പറയുന്നു. ആ ചിന്തിച്ചുകൊണ്ട് പറയുമ്പോൾ എൻ്റെ ശബ്ദം ഉയരുന്നതും ശബ്ദം താടുന്നതും വൈകാരികത, എൻ്റെ മനസ്സുകൂടി അതിൻ്റെ കൂടെ പ്രതികരിക്കുന്നു. അതേസമയം ഞാൻ വായു ശ്വസിക്കുന്നു. എനിക്ക് വെള്ളം വേണമെങ്കിൽ വെള്ളമെടുത്തും കുടിക്കുന്നു. ഒരേ സമയത്ത് എത്ര അനുഗ്രഹങ്ങളാണ് നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം എണ്ണിയാൽ നിങ്ങൾക്ക് കണക്കാക്കാൻ കഴിയില്ല. അതിനു മാത്രം അനുഗ്രഹങ്ങൾ അള്ളാഹ് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. നമുക്ക് ദാഹിക്കുന്ന നേരത്ത് ഒരു ഗ്ലാസ് വെള്ളം ഒരാൾ തന്നാൽ ശുക്രൻ, താങ്ക്സ് എന്ന് നമ്മൾ പറയില്ലേ? വിശക്കുമ്പോൾ വിളിച്ചു കൊണ്ടുപോയി ഒരു നേരത്തെ ആഹാരം തന്നാൽ താങ്ക്സ്, നന്ദി എന്ന് നമ്മൾ പറയില്ലേ? ഒരു നേരത്തെ ആഹാരത്തിനാണ് ഈ നന്ദി, ഒരു ഗ്ലാസ് വെള്ളത്തിനാണ് ഈ നന്ദി. നമ്മൾ കുടിച്ച വെള്ളത്തിന് കണക്കുണ്ടോ?
നമ്മൾ കുളിക്കാൻ ഉപയോഗിച്ച വെള്ളത്തിന് കണക്കുണ്ടോ? നമ്മൾ കൃഷി ചെയ്യാൻ ഉപയോഗിച്ച വെള്ളത്തിന് കണക്കുണ്ടോ? നമ്മുടെ ആവശ്യത്തിന് അള്ള ചൊരിഞ്ഞു തന്ന വെള്ളത്തിന് കണക്കുണ്ടോ? കിണറിലും കുളത്തിലും കടലിലും ഇനി ആകാശത്തുനിന്ന് മഴയായി കിട്ടുന്നതും ഒഴുകിക്കൊണ്ടിരിക്കുന്നതും കെട്ടി നിൽക്കുന്നതും ഈ വെള്ളത്തിനൊന്നും കയ്യും കണക്കുമില്ല. അള്ളാൻ്റെ അനുഗ്രഹം കണക്കാക്കാൻ കഴിയില്ല. ഈ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി കാണിക്കണ്ടേ? റബ്ബിനോട് തീർച്ചയായും നന്ദി കാണിക്കണം. എങ്ങനെയാണ് അവനോട് നന്ദി കാണിക്കേണ്ടത്? താങ്ക്സ് എന്ന് പറയലാണോ? അല്ല. അവിടെയാണ് തൗഹീദിന്റെ പ്രസക്തി. ബലില്ലാഹ ഫഅ്ബുദ് വകും മിനശ്ശാകിരീൻ. നീ അള്ളാഹ്ക്ക് തന്നെ ഇബാദത്ത് ചെയ്യുക, നിന്റെ ആരാധന നീ അള്ളാഹുവിന് അർപ്പിക്കുക, അങ്ങനെ നീ നന്ദിയുള്ളവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുക എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അപ്പൊ തൗഹീദ് എന്താണ്? തൗഹീദ് എന്തിനാണ്? അത് അള്ളാഹുവിനുള്ള നന്ദിയാണ്. എന്തിനാണ് നന്ദി? അള്ള ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്കുള്ള നന്ദിയാണ്. അത് നമ്മൾ കാണിക്കേണ്ടതല്ലേ? അള്ളാൻ്റെ അനുഗ്രഹത്തിന് നന്ദി കാണിക്കാൻ മനസ്സില്ലാത്തവന് പിന്നെ അള്ളാൻ്റെ അനുഗ്രഹം ആസ്വദിക്കാൻ അവകാശമുണ്ടോ? ഒരവകാശവും പിന്നെ അവനില്ല. ഈ വെള്ളം കുടിക്കുമ്പോൾ, ഈ വായു ശ്വസിക്കുമ്പോൾ, ഈ മണ്ണിൽ ജീവിക്കുമ്പോൾ, ഈ ആകാശത്തിന് ചുവട്ടിൽ അവൻ കഴിഞ്ഞുകൂടുമ്പോൾ, ഇതൊക്കെ തന്ന റബ്ബിനോട് നന്ദി കാണിച്ച് അവൻ്റെ മുമ്പിൽ തലകുനിക്കണം, അവനോട് വിളിച്ചു തേടണം, അവനോട് പ്രാർത്ഥിക്കണം, അവൻ്റെ മുമ്പിൽ നമസ്കരിക്കണം, അവനെ മാത്രം ആരാധിക്കണം. അത് ചെയ്യാൻ മനസ്സില്ലെങ്കിൽ നീ ഇതൊന്നും ആസ്വദിക്കണ്ടടോ എന്നാണ് അള്ള പറഞ്ഞത്. അതാണ് പൂർവകാലത്ത് വന്ന പ്രവാചകന്മാരുടെ ചരിത്രമുദ്ധരിച്ച് നമ്മളെ പഠിപ്പിച്ചത്. നോഹ് നബി വരുമ്പോൾ ആദം നബിൻ്റെയും നോഹ് നബിൻ്റെയും ഇടയിൽ ബൈന ആദമ വനൂഹിൻ അശറതു ഖുറൂൻ, 10 തലമുറകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആദം നബിൻ്റെ ശേഷം നോഹ് നബിൻ്റെ ഇടക്ക് കുല്ലുഹും അലാ ശരീഅത്തിൻ മിനൽ ഹഖ്, അവരൊക്കെ തന്നെ സത്യമതത്തിലാണ് നിലകൊണ്ടിരുന്നത്. പിന്നെയാണ് പിശാച്ച് അവരിലേക്ക് വരുന്നത്. വന്നിട്ട് ആ പിശാച്ച് അവരെ ദുർബോധനം ചെയ്തു, അവൻ അവരെ വഴി തെറ്റിച്ചു, തൗഹീദിൽ നിന്ന് ശിർക്കിലേക്ക് കൊണ്ടുപോയി, ഹലാലിൽ നിന്ന് ഹറാമിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ മനുഷ്യന്മാരെ വഴികേടിൽ അകപ്പെടുത്തി, സ്വർഗത്തിലേക്ക് പോകേണ്ടവരെ നരകത്തിലേക്ക് അവന് വഴി തിരിച്ചു വിട്ടു. ഈ സന്ദർഭത്തിലാണ് ആ പിശാച്ച് ചെയ്തതിനെപ്പറ്റി ബോധ്യപ്പെടുത്താൻ, തൗഹീദിന്റെ വഴി കാണിച്ചു കൊടുക്കാൻ, ഹറാം ഹലാല് വേർതിരിച്ചു കൊടുക്കാൻ മഹാനായ നോഹ് നബി നിയോഗിക്കപ്പെടുന്നത്. ആ സമൂഹം 950 വർഷകാലത്തെ നോഹ് നബിയുടെ വാക്കുകൾക്ക് അവർ വില കൽപ്പിക്കാതെ വന്നപ്പോ അള്ള പറഞ്ഞു അവരോട്, മതിയടോ മതി, എൻ്റെ വായു ശ്വസിച്ചത് മതി, എൻ്റെ വെള്ളം കുടിച്ചത് മതി, എൻ്റെ ഭൂമിയിൽ ജീവിച്ചത് മതി. എനിക്ക് നന്ദി കാണിക്കാൻ, എന്നെ നമസ്കരിക്കാൻ, എനിക്ക് എന്നെ ആരാധിക്കാൻ മനസ്സില്ലാത്ത നിങ്ങൾ എൻ്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചത് മതി. നിങ്ങൾക്കതിന് അർഹതയില്ല, നിങ്ങൾക്കതിന് അവകാശമില്ല. ഒരു പ്രളയത്തിലൂടെ ആ സമൂഹം ഒന്നടങ്കം നശിപ്പിക്കപ്പെടുകയാണ്. ഭൂമുഖത്ത് പിന്നെ ബാക്കിയുള്ളത് നോഹ് നബിയും വിശ്വാസികളും മാത്രമാണ്. തലമുറകൾ മാറി വരുമ്പോൾ തൗഹീദിൽ നിന്ന് ശിർക്കിലേക്ക് തെന്നിപ്പോയ അവരെ തൗഹീദിലേക്ക് തിരിച്ചു വിളിക്കാൻ മഹാനായ ഹൂദ് നബി വന്ന് അവർക്കിടയിൽ പ്രബോധനം നടത്തി. അത് സ്വീകരിക്കാൻ മനസ്സില്ലാത്തവനോട് അള്ള പറഞ്ഞു, മതി, എൻ്റെ വെള്ളം കുടിച്ചത് മതി, എൻ്റെ വായു ശ്വസിച്ചത് മതി, എൻ്റെ അനുഗ്രഹം ആസ്വദിച്ചത് മതി, നിനക്കതിന് അർഹതയില്ല. ആ സമൂഹം നശിപ്പിക്കപ്പെടുന്നു. ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ചരിത്രം മുഴുവൻ ഈ തൗഹീദിന്റെ ചരിത്രമാണ്. ജനതതികളുടെ ചരിത്രം അതാണ് വിളിച്ചറിയിക്കുന്നത്. കദ്ദബത് ഖബ്ലഹും ഖൗമു നൂഹ്
വഅസ്ഹാബുർ റസ്സി വസമൂദ് വആദുൻ വഫിർഔൻ വഇഖ്വാനു ലൂത്ത് വഅസ്ഹാബുൽ ഐക വഖൗമു തുബ്ബ കുല്ലുൻ കദ്ദബർ റുസുല ഫഹഖ വഈദ്. നൂഹ് നബിയുടെ ജനത മുതൽ മുഹമ്മദ് നബിയുടെ തൊട്ടു മുമ്പുള്ള തുബ്ബ വരേക്കുമുള്ള ജനതതികളുടെ പേരുകൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് അവരൊക്കെ തന്നെ പ്രവാചകന്മാരെ കളവാക്കി, അള്ളാഹുവിൻ്റെ ഏകത്വം അംഗീകരിച്ചില്ല. അതുകൊണ്ട് തന്നെ റബ്ബിൻ്റെ അനുഗ്രഹം ആസ്വദിച്ച് ജീവിക്കുന്ന അവർ റബ്ബിനോട് നന്ദി കാണിച്ചുകൊണ്ട് അവൻ്റെ മുമ്പിൽ തലകുനിക്കാൻ മനസ്സില്ലാത്ത അവരോട് പറഞ്ഞു, മതി, എൻ്റെ അനുഗ്രഹം നിങ്ങൾ ആസ്വദിച്ചതും മതി എന്ന്. അവർ ഭൂമുഖത്ത് നിന്ന് ശേഷം നശിപ്പിക്കപ്പെടുകയാണ് ഉണ്ടായത്. എന്നാൽ മുഹമ്മദ് നബിയുടെ ഉമ്മത്ത് ഇത്രയധികം ശിർക്ക് ചെയ്തിട്ട് എന്താണ് അവർ പൂർവ്വ സമുദായങ്ങളെപ്പോലെ ഒന്നടങ്കം നശിപ്പിക്കപ്പെടാത്തതെന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിലും ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ടാകും. അതിൻ്റെ മറുപടി ആദ്യം തന്നെ അള്ളാഹുവും റസൂലും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്കുള്ള ഏറ്റവും വലിയ കാവൽ, ഈ ഉമ്മത്തിനുള്ള കാവൽ 2 കാവലുകളാണ്. ഒന്ന് റസൂലുള്ളയാണ്. അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി ഒരു ഉമ്മത്തിൽ ജീവിച്ചിരിക്കെ ആ ഉമ്മത്തിനെ നിശേഷം നശിപ്പിക്കുകയില്ല. മുഹമ്മദ് നബി മരിച്ചതോടുകൂടി ആ കാവൽ ഈ ഉമ്മത്തിന് നഷ്ടപ്പെട്ടു പോയി. രണ്ടാമതൊരു കാവൽ കൂടി നമുക്ക്, ഒരു സെക്യൂരിറ്റി കൂടി നമുക്ക് അല്ലാഹു തആല നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. അതെ, റബ്ബ് സുബ്ഹാനഹു വ തആല അവരെ നിശേഷം നശിപ്പിക്കുകയില്ല. വഹും യസ്തഗ്ഫിറൂൻ, അവരെ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കെ എന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ അസ്തഗ്ഫിറുല്ലാ ഒരു ദിവസം എത്ര പ്രാവശ്യമാണ് റബ്ബിനോട് പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നമുക്കുള്ള കാവല്. ദിവസവും ഞാൻ എണ്ണി നോക്കി, ചുരുങ്ങിയത് 800 തവണയെങ്കിലും ഒരു വിശ്വാസി ഒരു ദിവസം ഇസ്തിഗ്ഫാർ ചെയ്യുന്നുണ്ട്. അതിൽ കൂടുതലല്ലാതെ കുറവ് വരില്ല. ഇപ്പം സന്ധ്യാസമയത്ത് 100 തവണ ഇസ്തിഗ്ഫാർ ചെയ്യണം. പ്രഭാത കീർത്തനങ്ങളിൽ 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചെയ്യണം. 5 നേര നമസ്കാരങ്ങൾക്ക് ശേഷം നമ്മൾ ചൊല്ലുന്ന ദിക്റുകളിൽ ഇതേപോലെ തന്നെയുള്ള ഇസ്തിഗ്ഫാർ ുണ്ട്. നമസ്കാരത്തിലും ഇസ്തിഗ്ഫാറുണ്ട്, നമസ്കാര ശേഷവും ഇസ്തിഗ്ഫാറുണ്ട്, മറ്റു പല സന്ദർഭങ്ങളിലും ഇസ്തിഗ്ഫാറുണ്ട്. അത് നമുക്കൊരു സംരക്ഷണമാണ്, അത് നമുക്കൊരു കാവലാണ്. അതിൻ്റെ പുറമെ മറ്റൊന്ന്, അള്ളാഹുവിൻ്റെ റസൂല് തനിക്കൊരു പ്രാർത്ഥന പ്രത്യേകമല്ല നിശ്ചയിച്ചു. ആ പ്രാർത്ഥന പ്രവാചകൻ തൻ്റെ ഉമ്മത്തിന് വേണ്ടി തെരഞ്ഞെടുത്തു. തൻ്റെ ഉമ്മത്തിന് പൂർവ്വ സമുദായങ്ങളെ ഉന്മൂലനാശം വരുത്തിയ പോലെ ഒന്നടങ്കം എൻ്റെ സമുദായത്തെ നീ ഉന്മൂലനാശം വരുത്തരുതേ എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയും കൂടി ആയതുകൊണ്ടാണ് ഈ ഉമ്മത്ത് നിശേഷം നശിപ്പിക്കപ്പെടാതെ, തുടച്ചു നീക്കപ്പെടാതെ ഇവിടെ ഇതേപോലെ നിലനിൽക്കുന്നത്. എന്നാൽ ഈ ഉമ്മത്തിന് അഭിവൃദ്ധി ഉണ്ടാകാൻ, നേട്ടമുണ്ടാകാൻ, വിജയമുണ്ടാകാൻ, ദുനിയാവിലും ആഖിറത്തിലും രക്ഷ കിട്ടാൻ ഈ തൗഹീദിൽ അടിയുറച്ചു നിൽക്കണമെന്ന് വളരെ ഖണ്ഡിതമായി വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കി തന്നിട്ടുണ്ട്. ഞാൻ മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇത്രയും സംസാരിക്കണമെന്നും കരുതിയില്ല. ഇവിടെ വന്ന് നിന്നപ്പോൾ, നിങ്ങളെ കണ്ടപ്പോൾ ഞാൻ സംസാരിച്ചു പോയതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഏകത്വം സൂക്ഷ്മമായി, കണിശമായി മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് വീഴ്ച വരുത്താതെ ശിർക്കിൽ നിന്ന് മുക്തമായ കറകളഞ്ഞ തൗഹീദിലുള്ള വിശ്വാസവും അതിലധിഷ്ഠിതമായ ജീവിതവും നയിച്ച് മുവഹിദുകളായി ജീവിച്ച് മുവഹിദുകളായി മരിച്ച് പരലോകത്ത് സ്വർഗം പ്രാപിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹാബതിഹി അജ്മഈൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.